22 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മൃതശരീരം ബീച്ചിൽ നിന്ന് ലഭിക്കുക വളരെയധികം അസ്വാഭാവികമായ അല്ലെങ്കിൽ അത് നിറഞ്ഞ ഒരു വാർത്ത എന്ന് തന്നെ ഇതിനെക്കുറിച്ച് വിവരിക്കാൻ സാധിക്കുന്നു. മലപ്പുറം പൊന്നാനി ബീച്ചിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പൊന്നാനി സ്വദേശിയായിട്ടുള്ള 22 വയസ്സുള്ള ഫാത്തിമയുടേതാണ് ആ മൃതദേഹം എന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത്. പൊന്നാനി ഹാർബർ പരിസരത്ത് നിന്നാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹമെന്നും പറയുന്നുണ്ട്. മരണത്തിന് അസ്വാഭാവികത ഏറെയുണ്ട് എന്നാണ് തിരൂർ ഡിവൈഎസ്പി സിദ്ദിഖ് തന്നെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. യുവതിയെ തിരിച്ചറിയാൻ തന്നെ ഇത്രയും അധികം ദിവസം എടുത്തതിൽ തന്നെ വളരെയധികം സംശയം ഉളവാക്കുന്നു എന്നതുകൂടി വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. യുവതിയും ഭർത്താവും ഒരുമിച്ചാണ് കഴിഞ്ഞ ദിവസം ബീച്ചിലേക്ക് എത്തിയത്. ഭർത്താവ് മുഹമ്മദിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരപ്പനങ്ങാടിയിലെ റെയിൽവേ ട്രാക്കിന് സമീപത്ത് നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനെടുക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത് എന്ന് പറയുന്നു. സംശയം മൂലമാണ് ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് ആദ്യ നിഗമനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഫോണ്, ഇവരുടെ വീട്, ഇവർക്ക് പരിചയമുള്ളവർ തുടങ്ങിയ എല്ലാവരെയും മൊഴിയെടുത്തതിനു ശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ. എന്നാൽ ഇപ്പോൾ തൽക്കാലം സംശയം കാരണം ഭാര്യയെ കൊലപ്പെടുത്തി അതിനുശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതിയെന്നും ആ സമയത്താണ് പോലീസ് തക്ക നിമിഷത്തിൽ തന്നെ കൃത്യമായ കാര്യം അവിടെ നിർവഹിച്ച് ആ ഒരു വലിയ അപകടം അവിടെ നിന്ന് ഒഴിവാക്കിയതെന്നും മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഭാര്യയെ കൊന്നിട്ട് എനിക്ക് ജീവിച്ചിരിക്കേണ്ട എന്ന് അലറിക്കരഞ്ഞു തന്നെയാണ് അയാൾ പോലീസിനോടൊപ്പം കയറിയതെന്ന് കൂടി പറയുന്നുണ്ട്. സംഭവത്തിൽ നിലവിൽ അസ്വാഭാവികത മരണത്തിന് കേസെടുത്തിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം ആരംഭിച്ച് പറയുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് യുവതിയെ കണ്ടവരുണ്ട്. പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെയും CCTV ഉൾപ്പെടെ പല കാര്യങ്ങളും പരീക്ഷിച്ചു വരികയാണ്. പല കടകളിലും CCTV ലഭ്യമാണ്, പല സ്ഥലങ്ങളിലും CCTV ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ തെളിവുകൾ സഹിതം കയ്യിൽ കിട്ടുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതനുസരിച്ച് തന്നെയാണ് അവർ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് നീക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ അടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു പ്രധാന വിഷയം ഉൾപ്പെടെ ഇതായി മാറുന്നുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് വന്ന വാർത്ത പ്രകാരമാണ് യുവതിയുടെ മരണം സ്ഥിരീകരിച്ചത്. നേരത്തെ തന്നെ ഇതാരാണ് എന്നുള്ളൊരു വിവരം കിട്ടിയില്ലായിരുന്നു. പിന്നീടാണ് യുവതിയുടെ ബന്ധുക്കളും അവരുടെ പ്രിയപ്പെട്ടവരും അവിടെ എത്തി ബോഡി സ്ഥിരീകരിക്കുകയും ഇതാ യുവതിയാണെന്ന് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തത്. അതിനുശേഷമാണ് ഇപ്പോൾ അന്വേഷണം കൂടുതലും വ്യാപിപ്പിച്ചത്. അതിനുശേഷമാണ് എന്തൊക്കെയാണ് നടന്നതെന്നും കഴിഞ്ഞ ദിവസം ആരുടെ ഒപ്പമാണ് യുവതി ബീച്ചിലെത്തിയതെന്നും അറിഞ്ഞത്. അങ്ങനെയാണ് ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തത്. ഭർത്താവിനെ രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. അങ്ങനെ തന്നെ പോലീസ് അന്വേഷണം ചെന്നു നിന്നത് റെയിൽവേ പാളത്തിലേക്ക് തന്നെയാണ്. ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നതിനിടയിൽ തന്നെയായിരുന്നു പോലീസിന്റെ കയ്യിലേക്ക് യുവാവിനെ ലഭിച്ചത്. പിന്നീട് തന്നെ രേഖപ്പെടുത്തുകയും അറസ്റ്റിനെ ചൂണ്ടിപ്പറ്റി തന്നെ പല കേസുകളും ഇപ്പോൾ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്.